സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വൻ കുതിപ്പ്. നീ കല്യാണം വേണ്ടെന്ന് വെച്ചാ 14,915 രൂപയായി. അത് ഞാൻ അവളോട്ട് സംസാരിച്ചപ്പോ നീ എന്ത് സംസാരിച്ചെന്നോ സംസാരിക്കാൻ അനുവദിക്കൂലേ? ഇപ്പൊ ഒരു പാവം കൊച്ചിനെ കിട്ടിയപ്പോ അത് വേണ്ടെന്ന് വെച്ചു. അത് ഞാൻ അവളോട്ട് സംസാരിച്ചപ്പോ നീ എന്താ സംസാരിച്ചത്? അത് സംസാരിച്ചതെന്താണ്? അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടിട്ട് വീട്ടുകാരോട് ആലോചിച്ച് താനൊരു തീരുമാനം എടുക്കണം. ഞാൻ പറയുന്നത് നമ്മുടെ കല്യാണം ഉറപ്പിച്ചിട്ട് 6 മാസമായി. ഇനി 2 മാസം കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം. അപ്പൊ തന്നെ വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് ഒരു 3 ലക്ഷം രൂപ എന്റെ കയ്യിൽ നിന്ന് ചെലവായിരിക്കും. ഇനി കല്യാണത്തിന്റെ താലിമാല, മോതിരം എല്ലാം കൂടി കൂട്ടി ഒരു 6 ലക്ഷം രൂപയെങ്കിലും ആവും. പിന്നെ കല്യാണ ചെലവ് ഇതെല്ലാം കൂടി കൂട്ടി ഒരു 10 ലക്ഷം രൂപയുടെ ചെലവ് ഉറപ്പായിട്ടും. ഇനി തന്റെ വീട്ടിലെ കാര്യം എന്ന് പറഞ്ഞാൽ 15 പവന്റെ സ്വർണം, കല്യാണത്തിന്റെ ചെലവുകൾ ഇതെല്ലാം കൂടി കൂട്ടി ഒരു 25-30 ലക്ഷം രൂപ തന്റെ വീട്ടിൽ എന്തായാലും ആവും. നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും കൂടി സംഭാവനകൾ നൽകിയാൽ പോലും ഒരു 4-5 ലക്ഷം രൂപ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 5 ലക്ഷത്തിന്റെ ഞാനും തന്റെ വീട്ടുകാരും ഒരു 15-20 ലക്ഷം രൂപയുടെ കടക്കാരാണ്. കല്യാണം കഴിഞ്ഞ് ഒരു സമാധാനവും ഇല്ല. ഈ കടങ്ങൾ വീട്ടാൻ പണിക്ക് പോകേണ്ടി വരും. നല്ലത് താൻ എന്റെ കൂടെ പോരിയല്ലേ? എന്നിട്ട് അവളെന്ന് പറഞ്ഞു സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വൻ കുതിപ്പ്. നീ കല്യാണം വേണ്ടെന്ന് വെച്ചാ 14,915 രൂപയായി. അത് ഞാൻ അവളോട്ട് സംസാരിച്ചപ്പോ നീ എന്ത് സംസാരിച്ചെന്നോ ഇത്രയും നാൾ നിനക്ക് പെണ്ണ് കിട്ടാണ്ടായിരുന്നു. ഇപ്പൊ ഒരു പാവം കൊച്ചിനെ കിട്ടിയപ്പോ അതും വേണ്ടെന്ന് വെച്ചു. അത് ഞാൻ അവളോട്ട് സംസാരിച്ചപ്പോ നീ എന്താ സംസാരിച്ചത്? അത് അതെ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ